എത്ര മനോഹരമായിട്ടാണല്ലേ ചില ദിവസങ്ങളിൽ നമ്മളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലത്തെ അതായത് നമ്മുടെ വല്ലൂരത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളും കുറേ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു പറമ്പിലത്തെ പണികൾ നടക്കണമെന്ന് കേട്ടോ. പയർ വലിച്ചിട്ട് കളയ്ക്കലാണ് നടക്കുന്നത്. അപ്പോൾ വളം ഇടണം, പയർ വലിക്കണം, നനയ്ക്കണം, സൈഡ് അരിഞ്ഞ് കളയ്ക്കണം. അപ്പോൾ നമുക്ക് പണിക്കാരൊരു 7 പേര് പണിക്കാരുണ്ട്. പിന്നെ ഈ പറമ്പ് നിറച്ച ആളുകളെ കാണാം കേട്ടോ. നമുക്ക് ഇവരൊന്നും പണിക്കാരല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളാണ്. അവരോട് എന്തായാലും കുറേ പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ വാഴയുടെ കടക്കിലേക്ക് വലിച്ചിട്ട് കളയ്ക്കാൻ പോവാണ്. അപ്പോൾ പയർ ആവശ്യക്കാരോട് വന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞപ്പോൾ അയൽവാസികളായ എല്ലാവരും വന്നിട്ട് പയർ പൊട്ടിക്കാനാണ്. 10-30 പേര് പയർ പൊട്ടിച്ച് പോയി. ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കടയിലേക്ക് പൊട്ടിച്ച് കൊണ്ടുപോകാനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ പയറാണ്. കാണാൻ വലിയ ഭംഗിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള പയറാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പയർ പൊട്ടിക്കുകയാണ്. നമുക്കും കുറച്ച് പയർ പൊട്ടിക്കണം ഉപ്പേരി വയ്ക്കാനുള്ളത്. ഇത് നമ്മൾ ഏറ്റവും അവസാനം വെച്ച വാഴ കേട്ടോ. വെച്ചിട്ട് 1 മാസമായി വാഴ വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വളം കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് കോഴിക്കാഷ്ടം പിന്നെ കുറച്ച് രാസവളം കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൂട്ടുവളം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുഴുവൻ ഉണ്ടായിരുന്ന പയറുകളൊക്കെ വലിച്ച് ഇപ്പോൾ കാനയിലേക്ക് ഇട്ടേക്കാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ മണ്ണരിഞ്ഞിട്ടിട്ട് നമ്മൾ വെള്ളം വിടും. അപ്പോൾ നനയും. അങ്ങനെയാണ്. വാഴ ഒരു 10-15 ദിവസം കൊണ്ട് ഒന്നുകൂടെ നല്ല ഉഷാറായി വരുമെന്നാണ് വിചാരിക്കുന്നത്. ഈ പറമ്പ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പറമ്പാട്ടാ. സുബീഷ് എന്ന് പറഞ്ഞ ആളുടെ പറമ്പാണ്. അപ്പോൾ ഇത് വല്ലൂർ കുത്തിൻ്റെ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ളൊരു പറമ്പാണ്. 1.5 ഏക്കർ സ്ഥലം. ഇത് ഞങ്ങൾ 3 ആൾ ഞങ്ങളുടെ കൂട്ടുകൃഷിയാണത്. അതായത് ഞാൻ, സുബീഷ്, അതുമാതിരി തന്നെ പ്രജീഷ്, ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് ഒരു ദിവസം ഇരുന്നപ്പോൾ നമുക്ക് ഈ പറമ്പിൽ വാഴ വെച്ചാലോ എന്ന് ഒരു തോന്നലിൻ്റെ പുറത്ത് ഒരു ചായ കുടിക്കാൻ പോയതാണ് സത്യം പറഞ്ഞാൽ മരോട്ടിച്ചാലിലേക്ക്. അപ്പം ഉണ്ടായ തീരുമാനത്തിൻ്റെ പുറത്തുണ്ടായ വാഴത്തോട്ടാണത്. ഇപ്പോൾ വേനൽക്കാലമായ കാരണം കുത്തൊക്കെ പറ്റി വരണ്ട്. കുറേശ്ശെ വെള്ളം വീഴുന്നുള്ളത് കണ്ട, കുറേശ്ശെ വെള്ളം വീഴുന്നുള്ളത്. അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നല്ല രസമായിട്ട് ഒഴുകിയായിരുന്ന സ്ഥലമാണ്. ഇനി ഒരു 4 മാസം കൂടെ നമ്മൾ കാത്തിരിക്കണം ഇനി ഒഴുകാൻ. ഭാഗ്യന്റെ കൂടെ ഓരം പിടിച്ച് നമുക്കും പയറ് പൊട്ടിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ഇപ്പോൾ നനയും അതുപോലെ തന്നെ വളപ്രയോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇപ്പം നമ്മൾ ഇടണുള്ള വളം പയർ വലിച്ചിട്ടു. പയർ നല്ലൊരു വളമാണ് കേട്ടോ. അത് ചീഞ്ഞ് കഴിയുമ്പോൾ നല്ല വളമാണ്. അതിൻ്റെ കൂടെ മുകളിൽ നമ്മൾ കോഴിക്കാഷ്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ യൂറിയ, പൊട്ടാഷ്, പിന്നെ മസൂരി ഫോസ്, അങ്ങനെ ഒരു വളമാണ്. അങ്ങനെ 3 വളം കൂടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് പലരും പലതരത്തിലാണ് കൃഷി ചെയ്യുക. ചിലർ ഫാക്ടംബേഴ്സ് മാത്രം ഇടും, ചിലർ വളങ്ങൾ 18-18 ഇടും, 10-26 ഇടും. അങ്ങനെ പല വളങ്ങളുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. കണ്ട, നമ്മളിത് ഒരു സ്ഥലത്ത് നിന്ന് കളച്ച് വരുമ്പോൾ ഒരു സ്ഥലത്ത് നനച്ച് വരികയാണ്. കണ്ട, മോട്ടർ വെട്ടിട്ട്. അപ്പോൾ പണി കഴിയുന്നതോട് കൂടി തന്നെ നനയും കഴിയും. അച്ഛൻ കാലത്തെത്തി. ഇതാണ് വിനുച്ചേട്ടൻ കേട്ടോ. വിനുച്ചേട്ടൻ നമ്മുടെ സത്യേച്ചിയുടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നുണ്ടാവും. സത്യേച്ചിയുടെ ഹസ്ബൻഡാണ് വിനുച്ചേട്ടൻ. അച്ഛൻ രമണൻ ചേട്ടൻ, അതുപോലെ തന്നെ രമേശ് ചേട്ടൻ, ബിനു ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണെന്ന് പണിയുന്നത് കേട്ടാ. കിട്ടിയില്ലേ ശ്രീധരേട്ട? ആവശ്യം പോലെ മതി, പൊട്ടിച്ച ആവശ്യം പോലെ പൊട്ടിക്കേ. ഈ ഒരു ദിവസം നമ്മുടെ വല്ലൂരുകാർക്ക് എല്ലാവർക്കും പയറു കൂട്ടാനായിരുന്നു കേട്ടോ. നമ്മുടെ കുത്തി കായ്ച്ച പയറുപ്പേരും അതോടൊപ്പം തന്നെ ഉണക്കമീനും ഇച്ചിരി നമ്മുടെ പരിപ്പ് കൂട്ടാനും. ഓ എൻ്റെ സാറേ കൊതിയായില്ലേ വായിൽ? എനിക്കും ചെറുതായിട്ട് കൊതിയായിട്ടോ. ഇപ്പൊ നമ്മളും കുറച്ച് പയർ പൊട്ടിച്ചിട്ടുണ്ട്. ചേട്ടന്മാര് വളമൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് കഞ്ഞിക്ക് സെറ്റാക്കാം. നമ്മളിവിടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ പൊട്ടിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ ചേച്ചിയുടെ അവിടേക്ക് കുറച്ച് കൊടുത്തയക്കണം, മണ്ണമ്പേട്ടയ്ക്ക് കുറച്ച് കൊടുത്തയക്കണം. എല്ലാവരും ഉണ്ട് കേട്ടോ പയർ പൊട്ടിക്കാൻ. നമ്മുടെ നാട്ടിലുള്ള ഒരുവിധ ആളുകളോടൊക്കെ പറഞ്ഞ് എല്ലാവരും ആവശ്യക്കാരൊക്കെ വന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മൾ ഇതിൻ്റെ കടയ്ക്ക് വലിച്ചിട്ട് കളയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ പയറുപ്പേരി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരോടും പറഞ്ഞു പൊട്ടിച്ചോളാം. നമുക്ക് ജലദോഷമായ കാരണം പൊട്ടിക്കാൻ വരാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തിലാണ്. ഇതൊരു നല്ല പയറായിരുന്നു മോളെ എന്നും പറഞ്ഞിരിക്കുന്നത്. അല്ലാമ്മ 10 മണിയാകുമ്പോൾ കഞ്ഞിക്ക് ചേട്ടന്മാർ വരുമല്ലോ. അപ്പം അതിനേക്കാളും മുന്നേ നമുക്ക് പയറുപ്പേരി സെറ്റാക്കണ്ടേ. അപ്പം അതിനെ സഹായിച്ചത് അമ്മയാണ് കേട്ടോ.
നമ്മുടെ വീട്ടില് സീരിയൽ ജനറേഷൻകാരുണ്ടെങ്കിൽ ഈ വക പരിപാടികളൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. ഈ സീരിയൽ കാണുന്നതിൻ്റെ ഇടയിലേ. പക്ഷേ നമ്മുടെ ഇളയമ്മയ്ക്ക് അതിനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പണിക്കാരൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് കാലത്ത് തന്നെ ഇളയമ്മ ഓടി വരും എന്തെങ്കിലും സഹായം ചെയ്ത് തരണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളയമ്മയ്ക്ക് കിട്ടിയ പണിയാണ് ഈ പയറ് നന്നാക്കൽ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന് ഫുള്ളും കറി വയ്ക്കാമെന്ന്. പിന്നെ തോന്നി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് കായ് ഇട്ടിട്ട് കറി വയ്ക്കാമല്ലോ എന്ന്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ട് പകുതി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ഉപ്പിട്ടിട്ടേ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലൊരു പുഴു പോലും ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു നഗ്നമായ സത്യം. സാധാരണ നമ്മൾ പയർ നന്നാക്കുന്ന പോലെയൊന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ മണി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാരണം തന്നെ ചടപടാന്ന് നന്നാക്കി കഴിയും ചെയ്യും കേട്ടോ. ഇന്ന് ഇത്തിരി എളുപ്പത്തിനാണ് നമ്മുടെ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതും നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും. നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുത്തിക്കാച്ചൽ പരിപാടിയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഉപ്പേരിയൊക്കെ കുത്തിക്കാച്ചലാണ്. നമ്മുടെ ഇവിടെ കുത്തിക്കാച്ച എന്നാണ് പറയാട്ടോ. അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും നമ്മുടെ സാധാരണ മുളകും ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നില്ലെങ്കിൽ ചോപ്പറിൽ അടിച്ചെടുക്കും അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കും. എന്നിട്ട് നന്നായിട്ടൊരു മണം വരും. ആ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില്ലേ അതിൻ്റെ ഉള്ളിൽ മൊരിഞ്ഞിട്ടുള്ള ഒരു മണം. അപ്പം നമ്മൾ അതിലേക്ക് ഈ കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ ഇത്തിരി നാടൻ മുളക് കൂടി ഉണ്ടല്ലോ നല്ല എരിവുള്ളത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പയറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി അവസാനിക്കും കേട്ടോ. ഞാൻ ഈ വെളിച്ചെണ്ണ കാണിച്ചു തരാൻ കാരണേ നമ്മുടെ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ എന്ത് പ്യുവറായിട്ടാണല്ലേ. എമ്മച്ചിൻ്റെ കുപ്പിയിലാളിരിക്കുന്നത്. അന്ന് ഭാഗ്യം കൊണ്ടുപോയപ്പോൾ വലിയ പാത്രം തികഞ്ഞില്ല അത്ര. അപ്പോൾ അവർ ബാക്കി ഇതിൽ കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പയറ് കൂട്ടാൻ സെറ്റാക്കാം കേട്ടോ. അടിപൊളി പയറ് കൂട്ടാനെ കുറിച്ച് വർണ്ണിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. നല്ല നാടൻ പയറ് അപ്പോൾ തന്നെ പൊട്ടിച്ചുകൊണ്ടെന്ന് അരിഞ്ഞ് വെച്ച കാരണം അരിഞ്ഞ് നമ്മൾ ഇതുപോലെ ഉപ്പേരിയാക്കിയ കാരണം കൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുമ്പോൾ ചെറുതായിട്ട് എനിക്ക് വായിൽ വെള്ളം കിട്ടുന്നുണ്ട്. എനിക്ക് വാക്കുകൾ വായിൽ വരണമില്ല അതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട്. അത്രയും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പോൾ നമ്മുടെ പയറ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് മീൻതലയാണ് കറി വെക്കണത്. അപ്പോൾ നമുക്കൊന്ന് മീനൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ചൂരയുടെ തലയാന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് നന്നാക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു. ഇവിടെ തലയൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മുടെ ചേട്ടന്മാർക്ക് പണിക്കുണ്ടെങ്കിൽ ഒരു ചാറ് കറി, ഒരു ഉപ്പേരി, പിന്നെ ഒരു അച്ചാർ അല്ലെങ്കിൽ എന്തെങ്കിലും വറവ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ കഷ്ണം നേരത്തെ വറക്കാൻ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തെടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ ചാറൊന്നും വലിയ പ്രധാനമുള്ള കാര്യമല്ല, എന്തെങ്കിലും ഒരു ചാറ് മതി. പക്ഷേ എരിവും പുളിയൊക്കെ നന്നായിട്ട് മുന്തി നിൽക്കണം ചേട്ടന്മാർക്ക് ഫുഡിൽ. അത് കാരണം കൊണ്ട് നമ്മൾ ഇത്തിരി ഉപ്പും മുളകും പുളിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ കറികളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ മസാല ബോക്സ്. എല്ലാവരും ചോദിക്കണ ഒരു കാര്യമാണ് ഈ മസാല ബോക്സ് യൂസ്ഫുള്ളാണോ ശ്രീജയെന്ന്. യൂസ്ഫുള്ളാണ്, ഇത് അടിപൊളിയാണ്. എനിക്കിത് ഒരെണ്ണം തുറന്നാൽ മതി. എല്ലാ ഡപ്പികളും വലിച്ചു വാരി തുറന്ന് നമുക്ക് സമയം വേസ്റ്റ് ആവുന്ന ഒരു പരിപാടിയേ ഇല്ല കേട്ടോ. എല്ലാ ഇതിലും ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ, എൻ്റെ ചെറുതായ കാരണം കൊണ്ട് 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണമെന്ന് മാത്രം. പക്ഷേ ചേച്ചിരിയിലിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വലുതാണ്. പക്ഷെ അത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് സജസ്റ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേ നമ്മുടെ തലയുണ്ടല്ലോ അത് വെട്ടിയെടുത്തതിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഉപ്പ് ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് മാറ്റി വയ്ക്കാം. പിന്നെ സാധാരണ നമ്മൾ എന്നും വെക്കണ കൂട്ടാൻ്റെ റെസിപ്പി തന്നെയാണ്. എനിക്ക് ഈ ഒരു റെസിപ്പിയിൽ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാർക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. അത് കാരണം കൊണ്ട് ഞാൻ അതിനെ മാറ്റി പിടിക്കാറുമില്ലടാ. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൽ ഇനി നന്നായിട്ട് വാടി വരുമ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താണ് ഇടുക, കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കും. പിന്നെ ഇത്തിരി ഉലുവേരപ്പൊടി ഇടണമെങ്കിൽ ഇത്തിരി ഉലുവേരപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ പച്ചമുളക് എപ്പോഴും നമ്മൾ നാടൻ ഉപയോഗിക്കുന്ന കാരണം കൊണ്ടും പിന്നെ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുക നമ്മൾ മീനിലിടാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് പ്രത്യേക ഒരു രുചി ഉണ്ടാവും കേട്ടോ കറിക്ക്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കി വരുമ്പോൾ നമ്മൾ തക്കാളി അടിച്ചതോ അല്ലെങ്കിൽ നന്നായിട്ട് കുനുകുന അരിഞ്ഞതോ കൂടി ഞാൻ അടിച്ചൊഴിക്കുന്നതിൻ്റെ കാരണം നമുക്ക് കറിക്ക് നല്ല കട്ടി വേണേ. ഇവിടെ കറിക്ക് ചാറ് പ്രധാനമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകയല്ല നമുക്ക് ചാറ് കറി. ഒന്ന് എന്തെങ്കിലുമൊക്കെ പുരട്ടി കൂട്ടാനായിട്ടൊരു കറി വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കട്ടിയിൽ കിടക്കാനാണ് നമ്മൾ അടിച്ചൊഴിക്കുന്നത് നമ്മുടെ തക്കാളി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയായി കുടംപുളി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ ഈ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കാച്ചിൻ്റെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അടിപൊളി മീൻകറി റെഡിയാവും. ഇത് നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, വറ്റിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ സാറേ നമ്മൾ അറിയാണ്ട് വിളിച്ചു കൂട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞൊരു ചമ്മന്തി. നമ്മളിപ്പോൾ വറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ വറക്കാം. അപ്പോൾ മീൻ കൂട്ടാനും പപ്പടം ഒന്നും കോമ്പിനേഷൻ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാടൻ ചമ്മന്തി, ഇവിടെ ഞാൻ പണ്ട് അമ്മൂട്ടിയമ്മ ചേട്ടന് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. വളരെ നേരം വൈകി വരുമ്പോൾ ബാക്കിയുള്ള കറികൾക്കൊക്കെ ഒരു വെളിപ്പ് രസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മന്തി നമ്മുടെ അവസാനിപ്പിക്കും. ആ ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നമ്മുടെ സവോളയൊക്കെ ഇട്ടിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ, ഇടയ്ക്കിടയ്ക്ക് നാടൻ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അത് അത്രയും നാടനായ കാരണം കൊണ്ടും അത്രയധികം കഷ്ടപ്പെട്ടിട്ടുള്ള കാരണം കൊണ്ടാണ്. ഞാനല്ല കേട്ടോ, അച്ഛനമ്മയും.
അപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയുടെ നമ്മുടെ കടുക് പൊട്ടിച്ചതിൽ കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പിന്നെ പിഴുപുളിയും ഉണ്ടല്ലോ അതും പിന്നെ ഉപ്പും പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ചമ്മന്തി സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ഊണ് കഴിച്ചാലോ ഒന്ന്. ഊണ് ഊണെന്ന് പറയാമല്ലേ. അപ്പോൾ നമ്മളെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചമ്മന്തി നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ടുണ്ടെങ്കിൽ ആ പുളിയൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടി ഒരു കഴിക്കുമ്പോൾ എൻ്റെ സാറേ ഉച്ചയ്ക്ക് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ എന്നോടൊരു വിരോധം തോന്നുന്നുണ്ടാവൂല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കും ഇതുപോലത്തെ നാടൻ പയറൊക്കെ കിട്ടുന്ന സമയത്ത് കേട്ടോ. പരിപ്പ് നമ്മുടെ കുത്തി കാച്ചിയതും ഉണക്കമീനാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ഒരു മരണാവശ്യത്തിന് പോകാണ്ട്. മരിച്ച ആളറിയില്ലെങ്കിലും റിലേഷൻ പറഞ്ഞാൽ നിങ്ങളറിയും. നമ്മുടെ ഡെൽസി ആൻറ്റി ഇല്ലേ, ഡെൽസി ആൻറ്റിയുടെ അപ്പച്ചൻ 84 വയസ്സായിട്ടോ. നല്ല ആരോഗ്യത്തോടെ പണിയൊക്കെ എടുത്തിരുന്ന് നടന്നിരുന്ന സമയത്ത് ചെറുതായിട്ട് പ്രഷർ കൂടി സ്ട്രോക്ക് വന്ന് 2 വർഷം മുമ്പ് അപ്പച്ചൻ കിടപ്പിലായി. പിന്നെ പതുക്കെ ജലദോഷവും പനിയും അങ്ങനെ കഫക്കെട്ടും ഒക്കെ ആയിട്ട് പിന്നെ അപ്പച്ചൻ ഇന്നലെ വൈകുന്നേരം പോയി. അപ്പം അപ്പച്ചനെ കാണാൻ പോകണം. ചില നിമിത്തങ്ങൾ ഉണ്ടാവും അറിയില്ല ലൈഫിൽ. ഞാൻ ഇന്നലെ അതുപോലെ തന്നെ അമ്മേനെ അങ്ങനെ സ്വപ്നം കാണാറില്ല കേട്ടോ. തങ്കം ഞാൻ പറയാറില്ല, അമ്മൂമ്മ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. പക്ഷെ ഇന്നലെ അമ്മൂമ്മയുടെ മരണം അങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു. അമ്മൂമ്മനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മൂമ്മ താഴെ പോണതും കരയുന്നതും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരം സ്വപ്നം. എനിക്കാ നേരത്തെ അത് കണ്ടേ. പക്ഷെ എണീറ്റിട്ട് ആദ്യം കേട്ട വാർത്ത അതാ, അപ്പച്ചൻ മരിച്ചു എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സ്വപ്നം കണ്ടത് ഒരു മരണം, ഇതുപോലെ തന്നെ ഒരു അമ്മൂമ്മ മരിച്ചത്. അമ്മൂമ്മ മരിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ. എൻ്റെ യോഗട്ടിൻ്റെ പെട്ടി അവസാനിക്കുന്നു കുട്ടികളെ. ഇത് കഴിച്ച് 3 ദിവസം ജലദോഷം പനിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഒരു പനിക്കും ജലദോഷത്തിന് എന്നെ തോൽപ്പിക്കാനല്ല. എൻ്റെ കൊതിക്ക് മുന്നിൽ പനിയും ജലദോഷവും കീഴടങ്ങി. സൂപ്പറായിരുന്നു. നമുക്ക് പോയിട്ട് തുണി മടക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആസ്വദിച്ചും ആഗ്രഹിച്ചും ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്രയും ക്ലീൻ ആക്കിയിട്ടുള്ളൊരു ഡബ്ബ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്കത്. എൻ്റെ ഉള്ളിലത്തെ ആ ഇന്നർ ചൈൽഡ് എണീറ്റതാന്ന് തോന്നുന്നു. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ നക്കി തുടച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇളയമ്മമാർ എല്ലാവരും വന്നു. അപ്പോൾ നമുക്ക് അപ്പാപ്പനെ കാണാൻ പോയിട്ട് വരാം കേട്ടോ. അന്ന് നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഒരു റീല് ചെയ്തില്ലേ, അപ്പോൾ അതിൽ വേണ്ടത്ര രീതിയിലുള്ള എൻ്റെ കഴിവുകൾ മൊത്തത്തിൽ എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വീണ്ടും എടുത്തിട്ടതാണ് ഈ ഡ്രസ്സുകളല്ലാതെ കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് എവിടുന്ന് മേടിച്ചേ ശ്രീജയെന്ന് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എന്താ താഴെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അടിപൊളി പ്രൊഡക്റ്റാണ്, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം അവർ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് അത്തരം ഡ്രസ്സുകളെല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ നിങ്ങൾ ഒരുപാട് കാണേണ്ടി വരും. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നത്. അപ്പോൾ ഇതുപോലത്തെ പോക്കറ്റിലൊക്കെ ഉള്ള അടിപൊളി ഡെയിലി നമുക്ക് ടീച്ചേഴ്സിനായാലും ഓഫീസ് വെയറിലേക്കൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സുകൾ അവരുടെ അവൈലബിൾ ആയിരുന്നു. 300 റുപ്പീസൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. മാത്രമല്ല നമുക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കോട്ടൻ്റെ ഇതുപോലത്തെ കുറച്ച് അധികം കളക്ഷൻസ് ഉണ്ടാകുന്ന കാരണം കൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊക്കിയിട്ടുണ്ട്. എനിക്ക് കോട്ടൻ്റെ ഡ്രസ്സുകൾ ഈ ഒരു സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡിജിറ്റൽ പ്രിൻ്റൊക്കെയാണ് വരുന്നത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പോക്കറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം നമുക്ക് 2 ഫോണൊക്കെ കീപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് കൈയും വീശി നടക്കുകയും ചെയ്യാം. ഇതൊരു ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ കാലത്ത് കടയിൽ പോയിട്ട് ഇപ്പോൾ വരുന്ന വരവാണ്. അപ്പോൾ ആൾക്ക് മുഖം കാണിക്കാണ്ട് പോകാനായിട്ടൊരു വിമ്മിഷ്ടം. എന്നാൽ പിന്നെ ആളുടെ മുഖം കണ്ടോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഭാഗ്യനെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ഡ്രസ്സിലേക്ക് വരാം. ഈ കാണുന്ന കുർത്തി എന്ന് പറയുന്നത് ഒരു പച്ച, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിട്ടിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടാവും.
പുതിയ ഉടുപ്പുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ ആമസോണിൽ നിന്ന് വേറൊരാൾക്ക് വേറൊരു ഉടുപ്പായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉടുപ്പിന്റെ കഥ തുടങ്ങുന്നത് നമ്മുടെ ശോഭ സിറ്റി മോളിൽ നിന്നാണ് കേട്ടോ. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ എല്ലാ വീഡിയോസും ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായപ്പോൾ ആളങ്ങോട്ട് ഓടാണ്ടായി മുന്നിലോട്ട്, കാളവണ്ടി പോലെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു പതുക്കെ ഒരു ട്രെയിന് മേടിക്കാമെന്ന്. അങ്ങനെ എത്തിയതാണ് കേട്ടോ ഇവിടെ. ട്രെയിൻ മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാപ്ടോപ്പ് ആവുമ്പോൾ കുറച്ച് സ്പീഡിന് വേണ്ടിയിട്ട് മാക് ബുക്കാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മാക് ബുക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹം നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ കുറച്ച് പൈസ കൂടുതലാവുമ്പോൾ, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. പിന്നെ വീട് പണിയുടെ ഇടയിലൊക്കെ പെട്ട് ആളങ്ങോട്ട് ഞെരുങ്ങി പോയായിരുന്നു. പിന്നെ മുന്നോട്ട് ഓടാൻ പറ്റണില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ പിന്നെ ആവട്ടെ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന പൈസ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടോട് കൂടിയിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തി എടുത്തതാണ് ഈ ഒരു സംഭവം കേട്ടോ. എന്നേക്കാൾ ഇൻട്രസ്റ്റ് ആയിരുന്നു ഭാഗ്യനും ശ്രീകുട്ടൻ്റെ തുറക്കാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ആയിട്ട് പറയട്ടെ, നമ്മൾ കുറച്ചും കൂടെ പൈസ മുടക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കാണുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അടിപൊളി സ്പീഡാണ് കേട്ടോ. ഞാനൊരു 3-4 മണിക്കൂറോ എൻ്റെ ദിവസത്തിലത്തെ ലാഭിച്ച പോലെ തോന്നിയിട ഈ ഒരു സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും നാൾ ഞാൻ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്തിരുന്നതെന്നൊരു തോന്നലൊക്കെ വന്നായിരുന്നു കേട്ടോ. അൺബോക്സിങ് അവിടെ വെച്ചിട്ടൊക്കെ തന്നെ നടന്നു. നമുക്കിത് ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു 10,000 റുപ്പീസ് കമ്മിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ അബിയും അച്ചുമൊക്കെ ഉണ്ടല്ലോ, അവർ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10,000 ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു മൗസ് നമ്മൾ മേടിച്ചു. അപ്പോൾ അത് ആദ്യമായിട്ട് തുറക്കുമ്പോൾ വരുന്നൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് വലിയ മുൻപരിചയമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾക്ക് ഈ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കാരണം കൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം. ശബ്ദത്തിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ എന്തെങ്കിലും ഡിഫറൻസോ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ. ഈ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു തിരിക്കുഴിയാണെന്നാണ് എല്ലാവരും പറയുക. അതായത് ആദ്യം ഫോൺ എടുക്കും, പിന്നെ നമുക്ക് തോന്നും ഒരു എയർപോഡ് വേണമെന്ന്, പിന്നെ പെൻ വേണമെന്ന് തോന്നും, ലാപ്ടോപ്പ് വേണമെന്ന് തോന്നും, മാക്ക് വേണമെന്ന് തോന്നും, അതായത് ലാപ്ടോപ്പ് വേണമെന്ന് തോന്നും, പിന്നെ നമുക്കൊരു ടാബ് വേണമെന്ന് തോന്നും. അങ്ങനെയാണ് അത്രേ, ഇതിങ്ങനെ ഒരു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള, ലിയോ എന്നാണ് തോന്നുന്നു ആ ചേട്ടൻ്റെ പേര്, ചേട്ടനല്ല അനിയനാണ്. അദ്ദേഹം അടിപൊളിയായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവിടുത്തെ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് പേഴ്സണലി ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയേണ്ടത് മാന്യതയല്ലേ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയി നോക്കിയായിരുന്നു. ഇവിടെ നിന്നാവുമ്പോൾ നമുക്ക് സർവീസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത് കേട്ടോ. ഇതിൻ്റെ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് 2 മാസത്തിനുള്ളിൽ നമ്മൾ എടുക്കണം. 60,000 രൂപയ്ക്കാണ് ഇൻഷുറൻസ് വരുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന്. ആ 60,000 രൂപയ്ക്ക് നമുക്കൊരു ഐഫോൺ മേടിക്കാം എന്നുള്ളത് വേറെ കാര്യം. നമ്മളതൊക്കെ ചിന്തിക്കുമല്ലോ. പൊതുവേ നമ്മൾ ഇത്തിരി പിശുക്കികളാകുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയ കാരണം കൊണ്ടേ നമുക്ക് അതിനെക്കുറിച്ച് അധികം ആലോചിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള തീരുമാനത്തോടെ ബില്ല് പേ ചെയ്ത് മടങ്ങി. അതിൽ നമ്മുടെ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അത് കാരണം കൊണ്ട് നമുക്കിന്ന് മണ്ണമ്പേട്ട പോയി എല്ലാവരും ലാപ്ടോപ്പൊക്കെ കാണിച്ച് നമുക്ക് കുറച്ച് വിശേഷങ്ങളും ഒരു കേക്ക് മുറിയും ഒക്കെ ആയിട്ട് തിരിച്ച് മടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ആ ഒരു മാക് ബുക്കിൻ്റെ കവർ ഇട്ടപ്പോൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അമ്മൂട്ടിയമ്മയും വേലച്ചനും. നിങ്ങൾക്ക് ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയുടെ വ്ളോഗിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാവും. അച്ചും അതുപോലെ തന്നെ അബിയും. ചെറിയ പിള്ളേർ, നമ്മുടെ എന്താ പറയുക, എലിക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്നേക്കാളും ഒരു 10 ഇരട്ടി വലുപ്പത്തിലെത്തി രണ്ടുപേരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര വലുതായാലും നമ്മളൊരു കേക്ക് മുറിച്ചിട്ട് ഇങ്ങനെ കൈയടിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നാണല്ലേ. നമ്മുടെ എല്ലാവരും മനസ്സിൽ ഇതുപോലെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, അതിങ്ങനെ ഇങ്ങോട്ട് ഉണർന്നിരുന്ന് നമ്മുടെ ഒപ്പം കൈയടിക്കുന്ന ഒരു ഫീലാണ്. എല്ലാവർക്കും ഞങ്ങൾ കേക്കൊക്കെ കൊടുത്ത്, ഇവിടെ പിന്നെ പൂച്ചക്കുട്ടികളുണ്ട് 2 പേര്, ലിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്കൊക്കെ കേക്കൊക്കെ കൊടുത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അടിപൊളിയായിട്ട് വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ മടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഈ വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. നല്ല ബിരിയാണിയാണല്ലോ. സൂപ്പർ ബിരിയാണിയാണ്.
അടുത്ത് പോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ ദിവസത്തിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ഈ ഒരു 2 സംഭവം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നമ്മുടെ പുതിയ തൊഴിലാളിക്ക്, നമ്മുടെ തൊഴിലാളി ഉണ്ടല്ലോ അടിമക്കണ്ണ്, അവനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഞാൻ സജഷൻസ് ഒക്കെ കേട്ടായിരുന്നു, ഇത് ഇടുന്നത് അത്ര നല്ലതൊന്നും അല്ലാന്ന്. പക്ഷേ വെന്റിലേഷനൊക്കെ ഉണ്ട് അടിയിൽ. ഞാൻ നോക്കിയപ്പോൾ ഇത് എവിടെയെങ്കിലും വീണ് പൊട്ട് ഡിസ്പ്ലേ പോവുക എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് പൊതുവേ നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു 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 ആശ്വാസമാണ്. അത് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരാറുമുണ്ട്. എനിക്കിത് അറിയാം, ഇത് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിന് പോസിറ്റീവ് മോഡിലേക്ക് എത്തിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബെഡിൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ള എഡിറ്റിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ബെഡിൻ്റെ അടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ മൊബൈലും കൊണ്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ചാരും, കുറേ നേരം മൊബൈലിൽ കാണും, ഈ റീൽസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും. എപ്പോഴും ഫോണിലിരിക്കുക എന്നുള്ളൊരു തോന്നൽ, ബാക്കിയുള്ള നമ്മുടെ പണികൾ അപ്പുറത്തേക്ക് പെൻഡിങ്ങിൽ കിടക്കുക എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ് ആവുമായിരുന്നു. അതായിരുന്നു നമ്മുടെ PC അടുത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ബെഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി, ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി ഒക്കെ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് മേടിച്ച ഈ ഒരു നമ്മുടെ കവറിൻ്റെ കാര്യം കേട്ടോ. അതിന് ഒരു 1000 സംതിങ് 2000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് ലിഡും അതുപോലെ തന്നെ ബേസും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ സിലിക്കോണിൻ്റെ നമ്മുടെ കീപാഡ് കവർ ചെയ്യുന്ന ഒരു അങ്ങനെ ഡസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ, അതൊക്കെ ഇടുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ടൊരു കോൺഫിഡൻസ് ആണ്, നമ്മളത് നല്ല വൃത്തിക്കും വെടുപ്പിനും കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ മൗസിൻ്റെ ഈ പാഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ SD കാർഡൊക്കെ കുത്തുന്ന ആ ഒരു ഹോളുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ക്ലോസറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് പിന്നെ ശോഭയിൽ നിന്ന് ആപ്പിളിൻ്റെ ആ സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഈ കാണുന്ന ഒരു കവറ് മാത്രമാണ് കേട്ടോ. ഈ ഒരു കവറിന് തന്നെ അവർ പറയുന്നത് 6000 രൂപ വിലയുണ്ടെന്നാണ്. പക്ഷെ നമുക്ക് ആമസോണിലൊക്കെ ഇത് 12,000 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദിവസം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം വിത്ത് ക്ലീനിങ്. എല്ലാ സാധനങ്ങളും കുമിഞ്ഞു കൂടുന്ന ഒരു ഏരിയയാണ് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും ഇവിടെ എത്തും. എന്ത് നോക്കിയാലും ഇവിടെ അച്ഛനമ്മയും അല്ലാത്ത എല്ലാം കാണാമെന്ന് അറിയില്ലേ. വൈകുന്നേരം ആകുമ്പോൾ ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷം. അപ്പോൾ ഇവിടെ നമുക്ക് ഒതുക്കി വെച്ച് ബാക്കി പരിപാടിയിലേക്ക് പോവാം കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വിറക് പെര പോലെ നമ്മൾ പണ്ട് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അവിടെ അടുപ്പുണ്ടാക്കിയ കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ആ അടുപ്പുണ്ടാക്കിയ ഏരിയ നമ്മൾ ഒന്നും കൂടി സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള റീലുകളൊക്കെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കണം. അതാകുമ്പോൾ നമുക്ക് കാർഡൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ കൊണ്ടുവരാനായിട്ട് ആ ഒരു ഏരിയ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു തിണ്ണ കെട്ടണം. തിണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ നമ്മൾ ഇനി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ല. ഇവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ പോവാ. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യണമെന്ന് കുറേ കാലമായി പറയാം. ഞാനിതിവിടെ കാലങ്ങളല്ല വർഷങ്ങളായി ഇവിടെ വളം അതുമാതിരി തന്നെ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ബാക്കി കോലം കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണമെന്നാ പറയണത്. വാഴത്തോപ്പിലെ കിച്ചൺ, അതിന്റെ പണികള് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വൃത്തിയാക്കി ഇടാൻ പറ്റും. കിച്ചൺ ആവില്ല എന്നുള്ളൊക്കെ വഴിയെ കാണാം അല്ലേ. അതിനെ ഇപ്പോ നിറച്ച് വാഴ, ചുറ്റും വാഴയായ കാരണം നമുക്ക് വ്യൂ കിട്ടില്ല. ശരി, അടുപ്പൊക്കെ ഇട്ടിട്ട് അതേ അടുപ്പിൻ്റെ അവിടെ മാത്രം ഒന്ന് ശരിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് സത്യം പറഞ്ഞ പണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി ഇവിടെയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി ഇടാമെന്ന്. പിന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊരു വീടായി മാറാനാണ് ചാൻസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഇതാകുമ്പോൾ വലിയ അടിച്ചുവാരിത്തോടെ പരിപാടികളൊന്നും വരുന്നില്ല. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കണ്ണെത്താവുന്ന ദൂരത്തുള്ള ഒരു കുഞ്ഞു പെരയാണത്. അതെ
പണിയാണ്. ഇത് നമ്മുടെ കിളിക്കൂടിന്റെ സ്മാരകം എന്നോണം നമ്മൾ ഭാഗ്യന്റെ അധ്വാനക്കട്ടകൾ ഒഴിവാക്കി ബാക്കിയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് അൽത്തുകൊളുത്ത് പരിപാടികളും നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന ഡബ് ചെയ്യാറുള്ളത്. ആക്ച്വലി ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മുടെ പഴയ വീടുണ്ടല്ലോ, അതങ്ങനെ തന്നെ പൊളിച്ചു കൊണ്ടുവന്ന് ഈ കട്ട നമ്മൾ മേടിച്ചു, സിമെൻറ്റ് കട്ട. മറ്റേ കട്ടയായിരുന്നേ, നമ്മുടെ മണ്ണ് കട്ടയായിരുന്നു. ഭാഗ്യൻ്റെ കഥയിലത്തെ കട്ടയായിരുന്നു. ആ കഥനക്കട്ട നമ്മൾ മാറ്റി മണ്ണ് കട്ട മാറ്റി സിമെൻറ്റ് കട്ടയാക്കി. ഓടുണ്ട്, മരങ്ങളുണ്ട്, ജനലുണ്ട്, പിന്നെ അപ്പുറത്ത് നമ്മുടെ കാർ ഷെഡ് ഉണ്ട്. കാർ ഷെഡിന്റെ സാധനങ്ങൾ, ഷീറ്റ് സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. കട്ട മാത്രമേ വേറെ ഉള്ളൂ. ഒരു തറ പണിത് നമുക്ക് പണി സാധനങ്ങളൊക്കെ വെക്കാന്ന് വിചാരിച്ച് ഒരു സംഭവം ചെയ്തു വെച്ചാണ്. അതിപ്പോ ആൾക്ക് കിച്ചണാക്കണം പറയുന്നത്. എന്ത് ചെയ്യാ? അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞായിരുന്നു ആ സൈഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പണിതിട്ടതാണ് ആ അടുപ്പ് അവിടെ. ഒരു ചുരുങ്ങിയത് ഒരു 4 കൊല്ലം മുന്നേ. അടുപ്പ് പൊട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല, മരൊക്കെ കയറ്റി വെച്ചിട്ട്. ഇവർ എന്നിട്ട് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് എനിക്ക് വീണ്ടും പൂത്തൂല മാവ്. മാവ് പൂത്തതേ ഇവിടത്തെ കൊണ്ട് നന്നായിട്ട് പൂത്തുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഏരിയ. നമ്മളിങ്ങനെ വഴിയിലേക്ക് പോണതും അവിടെ ചേച്ചിയുടെ പറമ്പിൽ പോണ വഴിയും നമ്മുടെ വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതിനൊന്നൊരു വീടാക്കി എടുക്കണമെങ്കിൽ അതാണ് നമ്മുടെ വീട്. നമുക്കിവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. പക്ഷേ ഇതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ പണിയല്ല ഉള്ളത്, കുറച്ചധികം പണിയുണ്ടല്ലോ വഴിയാ. തീർച്ചയായും നല്ല പണിയുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ നമ്മൾ ഇത്രയും പണികൾ ചെയ്തിട്ടുണ്ടാക്കിയത്. 2-3-4 ദിവസം എടുത്തു. എനിക്ക് തോന്നുന്നു 2-3-4 ദിവസം പോരാ, 5-6 ദിവസം എടുത്തു തോന്നുന്നു. എന്നിട്ട് പണികൾ അവസാനിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ അപ്പുറത്ത് നല്ല അടച്ചുറപ്പുള്ള ഒരു റൂമുണ്ട്. ഇതിങ്ങനെ നമ്മളെന്താ പറയാ, ഒരു എന്താ ഇതിനെ പറയാ, ഒരു ചായ്പൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിന്റെ ചുറ്റും വാഴത്തോട്ടാണ്. ഇപ്പൊ കാടൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ കാടൊക്കെ വാഴയൊക്കെ വെട്ടി വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ആയിട്ട് ഇരിക്കുമെന്നാണ് തോന്നുന്നത്. എന്നാലും ഇതിന്റെ ഇടയിലൊക്കെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നാട് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ നാടിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറച്ചും കൂടി ഫേമസ് ആക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ ആകുമ്പോൾ കുറച്ച് ഒതന്റിക് ആയിട്ടും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പറ്റും. ഒരാഗ്രഹത്തിന്റെ പേരിൽ ഒരു 4 വർഷം മുന്നേ ചെയ്തു വെച്ചതാണ് കേട്ടോ നമ്മുടെ അടുപ്പൊക്കെ. പക്ഷെ ഇപ്പോൾ വീണ്ടും എനിക്ക് എന്താ പറയാ, അതിലേക്ക് അത് ഇങ്ങനെ അവിടേക്ക് തന്നെ നമ്മളങ്ങനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു അടുപ്പിലോട്ട് ഇങ്ങനെ വിറകൊക്കെ കത്തിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നമ്മളിതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ വന്ന് നനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ സിമെന്റ് കട്ടുകൊണ്ട് തന്നെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചേട്ടന്മാർ തേച്ചു. രഘുവട്ടനൊക്കെ ഉണ്ടായിരുന്നു തേക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ വൃത്തിയാക്കണത് നമുക്ക് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ട്, ജയൻ ചേട്ടൻ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ ഇട്ടിട്ടേ മണി തിരിച്ചെടുക്കാം, അതായത് ചവിട്ടിയെടുക്കാം. കുരുമുളകും ചാക്കാണ് അതൊട്ട് അച്ഛൻ്റെ കയ്യിൽ. നമ്മൾ വലിയ സംരക്ഷണമൊന്നും കൊടുക്കാണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുരുമുളകാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നനയോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കാര്യങ്ങളും ചെയ്യാണ്ടാണ് ഇത് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ പൊട്ടിച്ചത് ഇതിങ്ങനെ പഴുത്ത് പോണ കണ്ടപ്പോൾ ഭാഗ്യൻ നമ്മുടെ കൃഷ്ണേൻ്റെ കടയിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടനാണ് പറഞ്ഞത് ഈ കുരുമുളക് മുഴുവൻ പഴുത്ത് പോവാണല്ലോ എന്ന്. അങ്ങനെ ഭാഗ്യൻ ആ ചേട്ടനോട് പൊട്ടിച്ചോളാൻ പറഞ്ഞു. ആ ചേട്ടൻ അത് പൊട്ടിച്ചുകൊണ്ട് വന്നു. അച്ഛൻ അത് ചവിട്ടുന്നു. അപ്പോൾ ഇതൊരു 10 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. നമുക്ക് ഉണക്കിയപ്പോൾ പഴുത്തതുമായിട്ടും പച്ചയായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്തത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തോല് കളഞ്ഞിട്ട് വെള്ള കളറിലുള്ള വൈറ്റ് പേപ്പർ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉണക്കി ആക്കുകയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നോൺ വെജ് ഐറ്റംസിലും ധാരാളം കുരുമുളക് ചേർക്കൂട്ടോ. അത് കാരണം വീട്ടിൻ്റെ ആവശ്യത്തിന് ധാരാളം ഉണ്ട്. ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പരിപാടിയാണ്. കാലിൻ്റെ ഇടയിൽ ചെറിയൊരു കിക്കിളിയാക്കണ പോലെ ഫീൽ വരാറില്ലേ? നമുക്ക് ഇവിടെ തങ്കപ്പൻ്റെ അവിടുത്തെ സ്ഥലം നമ്മൾ പറയാറില്ല. അതുപോലെ തങ്കപ്പൻ്റെ അവിടെ നമുക്ക് തങ്കപ്പൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ച വേറൊരു സ്ഥലമുണ്ട്. അത് എത്ര 40 കിലോമീറ്റർ അറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ കുരുമുളകും കൂടി മാത്രമേ ഉള്ളൂ അച്ഛൻ. പിന്നെ ഇഞ്ചി മഞ്ഞളായിട്ടുണ്ടല്ലോ താഴത്ത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ അച്ഛനാണ് പൊട്ടിക്കുക. കഴിഞ്ഞ പോലൊക്കെ സദേട്ടനും രഘുവേട്ടനും ഒക്കെ പൊട്ടിച്ചു. അച്ഛൻ ചവിട്ടും. കഴിഞ്ഞ പോലെ അച്ഛനെ ചവിട്ടിയല്ല അച്ഛാ. കഴിഞ്ഞ പോലെ അച്ഛൻ ചവിട്ടി ഇക്കൊല്ലം അച്ഛനെ ചവിട്ടണേ. നമ്മള് ഇത് ഇവിടെ തന്നെ ഇട്ട് ഉണക്കി
നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കും. ഇങ്ങനെ ഒരു പെര നമ്മുടെ സൈഡിലുള്ള കാരണം കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചേട്ടന്മാർക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഞ്ഞി കുടിക്കാമെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷെ അവർ കുടിക്കാൻ പോണില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അടുക്കള വശത്ത് ആ ചവിട്ടുമ്മ ഇരുന്നിട്ടേ കുടിക്കുള്ളൂ. ആ മൂവാണ്ടമ്മാവിൻ്റെ തറയവ പോലെ ഇരുന്ന് ചേട്ടന്മാർ കഞ്ഞി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ പേരിൽ ഞാൻ എന്തോരം പഴി കേട്ടോക്കണമെന്ന് അറിയോ. എന്നെ ജന്മി ശ്രീജ എന്ന് പോലും വിളിക്കാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് വല്ലാത്ത എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുക്കാനും നിൽക്കാറില്ല. അങ്ങനെ അത് 5-6 വട്ടം ചവിട്ടി തിരിഞ്ഞെടുത്തതിന് ശേഷം മണിമണിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു കുരുമുളക് സെറ്റായിട്ടുണ്ട്. ഇതിന് ചേറൊക്കെ വേണം ഉണക്കിയിട്ട് ചേരാം. ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ ഒരു ദിവസം ഉണങ്ങും, അത്രയ്ക്ക് വെയിലവിടെ. പച്ചക്ക് കൊടുക്കണെങ്കിൽ ഇപ്പൊ പൈ കൊടുക്കട്ടെ അതുപോലെ മുന്നേ ഉണക്കി കൊടുക്കണോ? പച്ചക്ക് കൊടുക്കണെങ്കിലേ നല്ലോണം കൊടുപ്പാകണം. ഞങ്ങള് ചെറുപ്പകാലത്ത് ശ്രീകുട്ടനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് ചെറുപ്പകാലത്ത് ഇതിനെ കാലുമ്പോ നിനക്ക് നൂറുള്ളൂ നല്ല സുഖാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്തിട്ടായിരുന്നു എന്നറിയോ? ഈ വടക്കേക്കാട് കംപ്ലീറ്റ് കുരുമുളകാ. അപ്പം ഈ കുരുമുളക് ചവിട്ടണ ഈ ചെല്ലി ഉണ്ടല്ലോ, ഈ കൊറ്റൻ, ഈ സാധനം എന്താ അവിടെ വലിയൊരു തിരി. ഇതിനെ ഈ കൊറ്റനെ ഈ തിരീനെ ചവിട്ടി കഴിഞ്ഞിട്ട് ബാക്കി ആ മാട്ടത്തിൻ്റെ താഴ്ത്തിക്ക് ഇങ്ങനെ ഇട്ടുണ്ടാവും. അത് വയ്ക്കോ തുറുവിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവും, ഇങ്ങനെ കെടുക്കുണ്ടാവും. അതിലേക്ക് ഈ മാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട്ടലാണ് ഞങ്ങൾക്ക് പണിയായിരുന്നത്. അത്ര അധികം കുരുമുളക് ഉണ്ടായിരുന്നു. ഞാനും സന്തോഷവും അത്ര അധികം മുളക് ഉണ്ടായിരുന്നു. അയ്യോ, ആ തറവാട് എന്ന് പറഞ്ഞ ഹൈറ്റുള്ള സ്ഥലമില്ലേ, ആ കൊടപ്പുളി നിൽക്കണ് അതിൻ്റെ താഴ്ത്തായിരുന്നു. അവിടേക്ക് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും ശ്രീകുട്ടൻ്റെ അത്രയ്ക്ക് ഉള്ളപ്പോൾ. നല്ല സുഖ, ഒന്നും പറ്റില്ലല്ലോ. ഇറച്ചിക്കറി കൊല്ലത്തിലൊരിക്കലും കിട്ടുന്നത് ആ പൊറോട്ട ഇറച്ചിക്കറി. അതെല്ലാ പ്രാവശ്യവും നമ്മള് കുരുമുളക് വെക്കുമ്പോ പറയുന്ന കഥയായി കാരണം ഇക്രാശം ഞാൻ സ്കിപ്പ് ചെയ്തു. അതെ, അവിടെ മണ്ണമ്പട വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും കളം മെഴുകിടും. ഒന്നാമത്തേല് നമ്മുടെ പരാക്കര അമ്പലത്തിൽ നിന്ന് ഇത് വരും, പറ വരും. അപ്പൊ പറ നിറയ്ക്കാനായിട്ട് പണ്ട് കളം മെഴുകാന്നൊരു ഇങ്ങനെ തിണ്ണയൊക്കെ വെച്ച് കളം മെഴുകുക അടിപൊളിയാക്കി ഇങ്ങനെ ചാണകമൊക്കെ മെഴുകിടുന്ന ഒരു കാര്യമുണ്ട്. ഇതിലാണ് നമ്മുടെ വീട്ടുകാർ മാത്രമല്ല കേട്ടോ, അയൽപ്പക്കാരെല്ലാവരും കൂടിയിട്ടാണ് ഇതിപ്പോ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ഇപ്പൊ അവരുടെ വീട്ടിലെ പൊട്ടിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ചവിട്ടും. നമ്മുടെ വീട്ടിലെ പൊട്ടിക്കണെന്നുണ്ടെങ്കിൽ അത് അന്നത്തെ അയൽപ്പക്കം എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. ഇന്ന് എവിടെ അയൽപ്പക്കാര്, ഇന്ന് എവിടെ കുരുമുളക്, ഒന്നുമില്ല. കാട്ടിക്കൂട്ടലായി ജീവിതങ്ങള്. ഇപ്പൊ മതിലുകളായി. മനസ്സിൽ ഇത്തിരിയെങ്കിലും ഇങ്ങനെ സ്നേഹം സൂക്ഷിക്കുന്ന ആൾക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞും ജീവിതം. അല്ലാത്തവർക്ക് ഭാഗ്യം പറയുമ്പോൾ ഫ്ലാറ്റ് ജീവിതം. ഭാഗ്യന് ഇഷ്ടമില്ലേ ഫ്ലാറ്റ് ജീവിതം. പിന്നെ നമ്മുടെ ഇവിടെ മതിലില്ലാണ്ടൊരു രക്ഷയില്ല. നമുക്ക് ഇവിടെ സേഫ്റ്റി ഒക്കെ നമ്മളുടെ പ്രദേശം അങ്ങനെയല്ലേ, അപ്പൊ മതില് വേണം. രണ്ടാമത്തെയും കഴിഞ്ഞല്ലോ അച്ഛാ. രണ്ടാമത്തെ ചവിട്ട് കഴിഞ്ഞു. 2-3 വട്ടം നമ്മൾ ഇതുപോലെ തന്നെ തിരി എന്ന് പറയും ഇതിൻ്റെ ഈ ഒരു കോലിനെ. ആ തിരി തിരിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിതിനെ ഉണക്കാനൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മണികൾ വരെ ചവിട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റൂ കേട്ടോ. അതൊരു പ്രത്യേക സ്കില്ലാന്ന് തോന്നുന്നു. ഞാൻ ചവിട്ടി എല്ലാതൊന്നും പോരില്ല. നല്ല ആരോഗ്യത്തോടെ കൂടെ ചവിട്ടണം. മാത്രമല്ല ഇത് ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൽ കറിയാവും ചെയ്യും. ഭാഗ്യൻ്റെ കഥകൾ അടിപൊളിയാണല്ലേ. ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലാണ് ഇതുപോലത്തെ കഥകളൊക്കെ കേൾക്കാൻ പറ്റാറുള്ളൂ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും അതിനെ മണി തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കാൻ കൊണ്ടിടാം കേട്ടോ. അന്ന് നമ്മൾ അതിൻ്റെ മണിയൊക്കെ തിരിച്ച് വന്നപ്പോഴേക്കും സമയം സന്ധ്യയായിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം കാലത്താണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തെ ഉണക്കം കൊണ്ട് തന്നെ സംഭവം ഒന്ന് വലിഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് മലഞ്ചരക്ക്, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളത് മലഞ്ചരക്ക് കടയിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഒരു ദിവസം ഇതുപോലെ പായലിട്ടു, പിറ്റേ ദിവസം നമ്മുടെ വീട് മാറ്റിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇളയമ്മ എനിക്ക് ഇത് പാറ്റി തന്നു. ഞങ്ങളുടെ ഇവിടെ മുറത്തിലിട്ടത് അതിന് നിന്നാ പറയാ വയ്യ ചേറ്റുക എന്ന് പറയും. പാറ്റുക എന്ന് പറയില്ലേ നമ്മുടെ ഇവിടെ, ചേറ്റുക എന്നാണ് പറയുക. ഇളമയാണ് ചേറ്റി തന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ കുരുമുളക് ഉണക്കൽ മഹാമഹം ഇക്കൊല്ലത്തേതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു കുട്ടികളെ. ഇനി നമുക്ക് അന്ന് തന്നെ ഒരു യാത്ര ഉണ്ടായിരുന്നു, വൈകുന്നേരം ഒരു ഫംഗ്ഷൻ. അത് അറ്റൻഡ് ചെയ്തിട്ട് വന്നാലോ? എന്തിട്ട് പറയണ്ടേ? നമ്മളെങ്ങടാ പോണേന്ന് പറയും. നമ്മൾ പോകുന്നത് നമ്മൾ ചീരാച്ചിയിൽ വാഴ വയ്ക്കുന്നുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ അജയേട്ടൻ്റെ വിവാഹ വാർഷികം. അജയ് ഗോൾഡില്ലേ അജയേട്ടൻ ഞാനിതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. ആളിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആളെ കാണാനുള്ള ആകാംക്ഷയിൽ ചാടി കയറിയിരുന്നതാ. വിവാഹ വാർഷികമാണ്, എത്രാമത്തെയാണെന്ന് അറിയില്ല. അത് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ആളിപ്പോൾ ഫാമിലി ആയിട്ട് ചെന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ.
ഇപ്രാവശ്യം കുറച്ച് വിപുലമായ രീതിയിലാണ് ഭാഗ്യൻ വാഴക്കൃഷി ചെയ്തിരിക്കണതേ. അപ്പൊ നമ്മുടെ സ്ഥലത്ത് മാത്രല്ല, വേറെ അജയേട്ടൻ ഇപ്പൊ നമ്മള് ഫംഗ്ഷന് പോകുന്ന ചേട്ടന്റെ സ്ഥലത്തും കൂടി ഒരു 10,000-3,000-ന്റെ അടുത്ത് വാഴകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് റോബസ്റ്റ് വാഴ, പൂവൻ വാഴ, നേന്ത്രവാഴ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നേന്ത്രവാഴയിൽ തന്നെ പല സൈസ് വാഴകളുണ്ട് ട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ഈ പോകുന്ന ചേട്ടന്റെ സ്ഥലത്ത് പാട്ടത്തിനെടുത്ത് നമ്മൾ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ വിപുലമായിട്ട് പിടിച്ചിട്ടില്ലേ, വിത്തൗട്ട് പെർമിഷനാണേ. അത് കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഞാൻ പെർമിഷൻ ചോദിക്കാത്ത കാരണം കൊണ്ട് കാര്യമായിട്ടുള്ള രീതിയിൽ പിടിച്ചിട്ടില്ല. പക്ഷേ ഷെഫ് പിള്ളയുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ ഗോൾഡിന്റെ ക്യാപിറ്റലാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ നേരിട്ട് കാണുന്നത്. പിന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഫംഗ്ഷൻ. പിന്നെ അജയേട്ടൻ്റെ ഒരുപാട് കഥകളും ആളുടെ ജീവിതത്തിലത്തെ വഴിത്തിരിവുകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഫംഗ്ഷൻ. അപ്പോൾ അതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.